ഹായ്, എൻ്റെ പേര് ഏഗ്ന റോയ്. 2020-2021 കാലഘട്ടങ്ങളിലായിട്ടാണ് ഞാൻ എൻ്റെ നീറ്റ് എക്സാം ജേർണിയിൽ ആരംഭിച്ചതും പഠിക്കാനായിട്ട് തുടങ്ങിയതും എക്സാംസ് എല്ലാം അറ്റൻഡ് ചെയ്ത് തുടങ്ങിയതൊക്കെ. കൊല്ലത്തിലൊരിക്കലും നടത്തുന്ന ഒരു എക്സാമാണ് നീറ്റ് NTA നടത്തുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന ഈ ഒരു എക്സാം. വർഷത്തിലൊരിക്കൽ നടക്കുന്ന എക്സാമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ആൻഡ് ഈ ഒരു എക്സാം എഴുതാൻ വേണ്ടി ഞാൻ, അതായത് 2020 കാലഘട്ടത്തിൽ പോലും 15 ലക്ഷത്തോളം പേര് എഴുതുന്ന എക്സാമാണിത്. ഇപ്പോൾ ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് BTech കഴിഞ്ഞ് സിവിൽ എഞ്ചിനീയറിംഗ് കോഴ്സ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഇപ്പോൾ ഞാൻ ജോലിക്ക് കയറിയിട്ട് ഒരു വർഷം കഴിഞ്ഞു. തിരിഞ്ഞു നോക്കുമ്പോൾ ഡോക്ടർ ആവുന്ന അതിയായ ആഗ്രഹത്തോടു കൂടി 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് വാങ്ങിച്ച് +1 +2 സയൻസ് എടുത്ത് ബയോമാക്സ് എടുത്ത് പഠിച്ച് ഡോക്ടർ ആവണം ഇങ്ങനെ തീവ്രമായിട്ട് നല്ല ആഗ്രഹത്തോടു കൂടി അത് ലക്ഷ്യത്തിലെത്താൻ പറ്റാണ്ട് എഞ്ചിനീയറിംഗിൽ പോയി ചേർന്ന കഴിഞ്ഞ ഒരു 4 വർഷം BTech പഠിച്ച് കഴിഞ്ഞ ഒരാളെന്ന നിലയ്ക്ക് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാം എന്ന് തോന്നിയതുകൊണ്ട് ഒരു വീഡിയോ ആണിത്. ഇപ്പോൾ കറൻ്റ് കുറച്ച് പേപ്പർ ലീക്കായതിൻ്റെ പേരിൽ കുറേ അധികം പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിരിക്കുന്ന കുറേ നീറ്റ് ആസ്പിറൻസ് എല്ലാം നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ടായി. എനിക്ക് അതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് ഞാൻ പറയാനായിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുന്നത് കുറച്ച് കാര്യങ്ങൾ, അതായത് കോമൺ ആയിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, പുതിയ പിള്ളേരോടൊക്കെ കൂടി അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്ന കുറച്ച് കാര്യങ്ങളാണിത്. എത്രത്തോളം ഇൻഡെപ്റ്റ് കുറേ നോളജ് ഉണ്ടായിട്ട് പറയുന്ന ഒരാളൊന്നല്ല ഞാൻ. നോർമലായിട്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായിട്ട് പറഞ്ഞു തരാം എന്ന് വിചാരിച്ചിട്ടാണ്. ആ ഒരു കാലഘട്ടത്തിൽ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ എനിക്ക് അത്യാവശ്യം ഞാൻ അനുഭവിച്ച, അതായത് എൻ്റെ ലൈഫ് ലോങ്ങിൽ ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു കൊല്ലമായി ഈ ഒരു സമാധാനത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരാളായിട്ട് ഇപ്പോൾ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ ഒരു സമയത്തായിരുന്നു ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ പ്രഷർ അനുഭവിച്ച ഒരു ടൈം പീരീഡ് വേണം. അതായത് നീറ്റിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം, അതിനായിട്ടൊരു കൊല്ലം കളഞ്ഞിരിക്കുമ്പോൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ പോലും ആ ഒരു ടൈമിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ലൈഫിൽ പ്രഷർ അനുഭവിച്ചിട്ടുള്ളത്. കോവിഡ് ടൈമായിരുന്നു 2021. ആ സമയത്തായിരുന്നു ഞാൻ രണ്ടാമത്തെ ഫസ്റ്റ് +2 പാസ് ചെയ്ത് ആ ഒരു സമയത്ത് മാർക്ക് വാങ്ങി 300 സംതിങ് മാർക്ക് വാങ്ങി. പക്ഷേ ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴും എനിക്ക് ആ ഒരു റേഞ്ചിൽ മാത്രമേ മാർക്ക് വാങ്ങാനായിട്ട് സാധിച്ചുള്ളൂ. ഒരു വർഷം കഴിയാണ്, ഒരു കൊല്ലം വെറുതെ പോവാണ്, നമ്മൾ ഏജ് കൂടി വരാണ്, അങ്ങനെയൊക്കെ പറഞ്ഞു നമ്മൾ എക്സാംസിന് ഇങ്ങനെ മോക്ക് ടെസ്റ്റും കാര്യങ്ങൾ നടത്തിയിട്ട് അതിൽ റിസൾട്ട്സ് ഇമ്പ്രൂവ് ആവാണ്ടും കുറേ അധികം വിഷമങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. പേഴ്സണലി ഭയങ്കര ഡൗൺ ആയിട്ടുള്ള ഒരു സമയമായിട്ടുണ്ട്. ലൈക്ക് ഇതല്ലാതെ വേറൊരു ലൈഫ് ഇല്ല എന്ന് ചിന്തിച്ച ഒരു സമയത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് കിട്ടാണ്ടായപ്പോൾ, അതായത് ഡോക്ടർ ആവുന്ന ആഗ്രഹം സഫലമാകാതെ പോയിട്ട് എഞ്ചിനീയറിംഗ് ചേരേണ്ടി വന്നിട്ടും ആ ഒരു 2 കൊല്ലം, ആദ്യ 2 കൊല്ലം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ലൈക്ക് ഇങ്ങനെ ഒരു മൈൻഡ്, ഒരു കൊല്ലം കളഞ്ഞതിനപ്പുറം ഡോക്ടർ ആവാൻ സാധിച്ചില്ലല്ലോ എന്നുള്ളൊരു വിഷമം കൂടുതലായിട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ആൻഡ് അതൊക്കെ കഴിഞ്ഞൊരു 3rd year 4th year അതൊക്കെ മാറി ഇപ്പോൾ നല്ലൊരു ജോലി ചെയ്ത് സമാധാനത്തിൽ ഞാൻ ജീവിച്ച് പോകുന്നുണ്ട്. എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളൂ, ഈ ഒരു എക്സാം മാത്രം ഫോക്കസ് ചെയ്ത് ഇതേ പറ്റുള്ളൂ, എല്ലാവർക്കും പറ്റിക്കോളണം എന്നില്ല. നീറ്റ് എക്സാമും അതിൻ്റെ ഒരു എക്സാം പ്രൊസീജിയർ എന്ന് പറയുമ്പോഴേ തന്നെ ഒരുമാതിരി ഇതാണ് അവസ്ഥ. ലൈക്ക് ആ ഒരു സെൻറ്ററിലേക്ക് കടക്കുമ്പോൾ തൊട്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്ന വരെ ഒരു എക്സാമിന് ഒരു 3 മണിക്കൂറും അവിടെ എത്താനുള്ള ഒരു ഏകദേശം ഒരു 5 മണിക്കൂർ കവറപ്പ് ചെയ്ത് വേണമെങ്കിൽ പറയാം. ഹോൾ ലൈഫിൽ ആ ഒരു ടൈം അതൊന്ന് കഴിഞ്ഞ് കിട്ടുമ്പോൾ പിന്നെ ടെൻഷനാണ് എന്താവും റിസൾട്ട് എന്നറിയാൻ. അതായത് ഇവരുടെ ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ കൂടെ കാണുമ്പോൾ നമ്മൾ എക്സാമിന് പബ്ലിക് ചെയ്യാൻ നേരത്തെ പോലും ഇങ്ങനെ ഓരോരുത്തർ വന്നിട്ട് 1 മണിക്കൂർ സൈൻ വാങ്ങിക്കാൻ വരും. അറ്റ്ലീസ്റ്റ് അവിടെ നിൽക്കുന്ന ടീച്ചേഴ്സിന് ഈ ഒരു ഗൈഡൻസ് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടെന്ന് പോലെ അറിയുണ്ടാവില്ല. അവരിങ്ങനെ വരാം, അവർ ഡ്യൂട്ടി ചെയ്യുന്നു. പക്ഷേ ആസ് എ സ്റ്റുഡൻറ്റ് ഒരു ഹോൾ ഇയർ അല്ലെങ്കിൽ 2-3 വർഷം ഇതിനായിട്ട് കഷ്ടപ്പെട്ട് പഠിച്ച് വരുന്ന ഒരാൾക്ക് ആ ഒരു 3 മണിക്കൂർ 720 മാർക്സിൻ്റെ ആ ഒരു എക്സാം, 150 ക്വസ്റ്റൻസിൻ്റെ ഒരു എക്സാം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് അവർക്ക് ചിലപ്പോൾ അറിഞ്ഞു കൂടണമെന്നില്ല. ഞാനിത് ഒരാളെയും ക്രിട്ടിസൈസ് ചെയ്യാനോ അല്ലെങ്കിൽ ആരെയും കുറ്റനായി പറയുന്നതല്ല. പക്ഷേ ഇതൊക്കെയാണ് സത്യാവസ്ഥ, അതിൻ്റെ റിയാലിറ്റി. ഈ ഒരു കോഴ്സ് മാത്രം അല്ല MBBS അല്ലെങ്കിൽ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള മെഡിക്കൽ കോഴ്സസ് മാത്രമല്ല, അത് കൂടാതെ പാരാമെഡിക്കൽ കോഴ്സസ് ഉണ്ട്. പിന്നെ നല്ല കോഴ്സുകൾ, നമുക്ക് ബ്രോഡായിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് ചുറ്റുമുള്ള കുറേ കോഴ്സസ് ചിന്തിച്ച് കഴിഞ്ഞാൽ ഇതിനേക്കാളും നല്ല കോഴ്സുകൾ പഠിക്കാനായിട്ടുണ്ട്. ഇത് മാത്രം അല്ല, ഇനി പാരാമെഡിക്കൽ കോഴ്സസ് ആയാലും പിന്നീട് അത് നമുക്കൊരു MSc അല്ലെങ്കിൽ പഠിച്ച് നമുക്ക് MBBS അല്ലെങ്കിൽ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കൺവേർട്ട് ചെയ്യാനായിട്ടൊക്കെ പറ്റും. ഇതിനെപ്പറ്റിയൊക്കെ ഞാൻ അറിയുന്നത് ഈ ഒരു എനിക്കിപ്പോൾ 23 വയസ്സായി, അപ്പോഴാണ് ഞാനതൊക്കെ അറിയണത്. റിലേറ്റ് ചെയ്ത് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി പഠിച്ചു പോയി കഴിഞ്ഞ് നല്ലൊരു റിയാലിറ്റിയിൽ അല്ലെങ്കിൽ നല്ലൊരു ലൈഫ് നമുക്ക് കൊണ്ടുപോയിട്ട് പറ്റും. അതിൽ സ്ട്രഗിൾ ചെയ്ത് നമ്മളെ തന്നെ സ്വയം ഹേർട്ട് ചെയ്യുന്ന രീതിക്ക് ഒരാളും ഇറങ്ങിച്ചെന്ന് അതിനെ കാണരുതെന്നാണ് പറയാനുള്ളത്.